ഫ്രാൻസിസ് പപ്പ എല്ലാവരെയും കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കുടുംബങ്ങളോട് പറഞ്ഞത്, നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ എല്ലാ ദിവസവും സോറി, പ്ലീസ്, എക്സ്ക്യൂസ് മീ ഈ 3 വാക്കുകളും പരസ്പരം ഉപയോഗിക്കുകയാണെങ്കിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാകുമെന്ന് പറഞ്ഞു. യുവാക്കളോട് പറഞ്ഞു, നിങ്ങൾ ഭാവിയും ഇന്നത്തെ വർത്തമാനവും കൂടിയാണെന്ന് പറഞ്ഞു. വൈദികരോട് പറഞ്ഞു, ക്ലെറിക്കലിസം ഉപേക്ഷിക്കാൻ പറഞ്ഞു. ആടുകളുടെ മണമുള്ള ഇടയന്മാരായിരിക്കാൻ പറഞ്ഞു. പുറംപോക്കുകളിൽ പോയി സന്ദർശിച്ച് അവിടെയുള്ള മലിനമായ പ്രദേശങ്ങളെ സന്ദർശിച്ച് അവിടെ വസിക്കുന്ന ജനങ്ങളുടെ മണമറിഞ്ഞ് വിശുദ്ധമായ ആൾത്താരിയെ സമീപിച്ച് ജനങ്ങളുടെ മണത്തോടുകൂടി നിങ്ങൾ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിക്ക് അത്രമാത്രം ക്രിസ്തുവിന്റെ സ്വർഗത്തിന്റെ ഗന്ധമുണ്ടാകുമെന്ന് പറഞ്ഞു. മെത്രാന്മാരോട് പറഞ്ഞു, മത നേതാക്കന്മാരുടെ അധരങ്ങളിൽ നിന്ന് മതവികാരങ്ങളെ സ്പർദ്ധയുണ്ടാക്കുന്ന വാക്കുകൾ ഊരിവിടരുതെന്നും അതുപോലെ തന്നെ മെത്രാന്മാരെയും വൈദികരെയും സഭാജനങ്ങൾ തങ്ങളുടെ ഹൃദയത്തിൽ തങ്ങളുടെ ഭവനങ്ങളിൽ ചേർത്ത് പിടിക്കണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. സന്യസ്തരോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് കാണുന്നത്, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്, നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്, ഇതിനെ എല്ലാ ദിവസവും വിചിന്തനം ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ സഭയ്ക്ക് നിങ്ങളിലൂടെ ധാരാളം നന്മകൾ പുറപ്പെടുവിക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. വാർദ്ധക്യത്തിൽ കഴിയുന്നവരെ ഒരുപാട് സ്നേഹിച്ച പിതാവ് അവർക്ക് വേണ്ടി ഒരു ദിനം തന്നെ സമ്മാനിച്ചു. അവരോടൊപ്പം ആയിരിക്കുവാനും അവരുടെ എക്സ്പീരിയൻസ് സ്വീകരിക്കുവാനും അതുപോലെ യുവതലമുറ അവരുടെ ജ്ഞാനവും പൂർവികരുടെ അല്ലെങ്കിൽ മുതിർന്നവരുടെ വൃദ്ധരുടെ അനുഭവവും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുപോകുമ്പോൾ ഒരു ഇന്റഗ്രിറ്റി ഉണ്ടാകുമെന്ന് പറഞ്ഞു. അങ്ങനെ അനേകായിരം കാര്യമാണ് പാപ്പ പറഞ്ഞത്. ചെറിയ കാര്യങ്ങളിൽ പോലും വലിയ പ്രാധാന്യം നൽകിയാണ് പാപ്പ കടന്നുപോയത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ നിസാരരെന്ന് സമൂഹം പറയുന്നവർക്ക് പാപ്പ ഒരുപാട് വില നൽകി. പാപ്പയുടെ ജീവിതത്തിൽ എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് മനുഷ്യ അന്തസ്സിനെ, അതായത് ഉദരത്തിലായിരിക്കുന്ന കുഞ്ഞു മുതൽ മരിച്ചുപോയ ഒരു വ്യക്തി വരെയും അന്തസ്സുണ്ട്, ഡിഗ്നിറ്റിയെ റെസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അതുപോലെ അധികാരം എന്നുള്ളത് ഇല്ല ഈ ലോകത്ത്, സേവനം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അതുകൊണ്ട് സേവനത്തിന് അധികാരത്തിന് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് സേവനം, ശുശ്രൂഷ എന്നാണ് പാപ്പ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിലുള്ള എല്ലാ മക്കളെയും പാപ്പയെ സ്നേഹിക്കാനും അവർക്ക് വേണ്ടി നന്മ ചെയ്യാനും അവരുടെ മനസ്സിൽ നിലനിൽക്കാനും പാപ്പയ്ക്ക് കഴിഞ്ഞു. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് പാപ്പയുടെ അവസാനത്തെ നിമിഷത്തിൽ ഇവിടെ ഈ ബസിലിക്കയുടെ മുന്നിലുള്ള സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ നിറഞ്ഞു നിന്നിരുന്ന ലക്ഷക്കണക്കിന് വിദേശ രാജ്യങ്ങളിൽ നിന്നും വിവിധ ഭൂഖണ്ഡങ്ങളിൽ നിന്നും വന്ന ജനങ്ങൾ. ഇന്ന് പാപ്പ മരിയ മജോറെ ബസിലിക്കയിൽ വിശ്രമം കൊള്ളുമ്പോൾ അവിടെ ജനനം പോലും രേഖപ്പെടുത്തിയിട്ടില്ല, മരണ തീയതി പോലും രേഖപ്പെടുത്തിയിട്ടില്ല. ഒന്ന് മാത്രമേ ഉള്ളൂ, ഫ്രാൻസിസ്കുസ് എന്ന് പറഞ്ഞ പേര് മാത്രമാണ് അവിടെ ആലേഖനം ചെയ്തിരിക്കുന്നത്. തന്റെ ജീവിതത്തിന്റെ അവസാനം വരെയും തനിക്ക് വേണ്ടി ജീവിക്കാതെ സഭയ്ക്ക് വേണ്ടിയും തന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച് കടന്നുപോയ ഫ്രാൻസിസ് പാപ്പയോട് നമുക്ക് പ്രാർത്ഥിക്കാം, അനുഗ്രഹങ്ങൾ യാചിക്കാം. അദ്ദേഹം വേഗം വിശുദ്ധനാകാൻ വേണ്ടി നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം.